എല്ലാവർക്കും നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശ്രീകാന്ത് സാറ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദിനസഞ്ചാരം എന്ന കവിതയാണ് പഠിച്ചത് അല്ലേ? വള്ളത്തോളിൻ്റെ മനോഹരമായ ഒരു കവിതയാണ് പഠിച്ചത്. അതിൻ്റെ ആശയം പറഞ്ഞു, പഠന പ്രവർത്തനങ്ങളല്ലേ, ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ എഴുതിപ്പോയി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു പോവുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലെ കിളി അല്ലേ? മനസ്സിലെ കിളി, അടുത്ത പാഠഭാഗം മനസ്സിലെ കിളി എന്നുള്ള ഒരു പാഠമാണ്, ഒരു കഥയാണ്. മനസ്സിലെ കിളി വിമലേന്ദ്ര അല്ലേ, ചക്രവർത്തിയുടെ ഒരു കഥയാണ് പഠിക്കാനുള്ളത്. മരങ്ങളിൽ കുടിപാർത്ത് ശബ്ദവീചികൾ തീർത്ത അനേകം പക്ഷികൾ ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു അല്ലേ, ഒരു ഹെഡിങ്ങാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം അല്ലേ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ കഥയിൽ. ഈ വേനൽ അവധിക്കാലം അല്ലേ, വേനൽ അവധിക്കാലം നിങ്ങൾക്ക് ഇഷ്ടമാണ്. വെക്കേഷൻ അല്ലേ, വെക്കേഷൻ കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു ഓണാഘോഷത്തിലേക്കൊക്കെ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷന് നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ, ഒരുപാട് യാത്രകൾ പോകാം അല്ലേ. അതാണ് നമ്മുടെ മെയിൻ ആവശ്യം, ടൂറുകൾ അല്ലേ. ഒരുപാട് ടൂർ പ്രോഗ്രാംസുകൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലേ, വീട്ടുകാരോടൊത്ത് അല്ലേ ടൂർ പോകാറുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ ഒരുപാട് വിസയൊക്കെ എടുത്ത് ടൂർ പോകാറുണ്ട് നമ്മൾ. ഇപ്പോൾ ഈ വേനൽ അവധിക്കാലം നമ്മളിങ്ങനെ കാത്തിരിക്കും അല്ലേ, വെക്കേഷൻ ഓരോരോ പ്ലാനും പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലാനുണ്ടാകും അല്ലേ, വെക്കേഷൻ എങ്ങനെയായിരിക്കണം അല്ലേ, ഓരോ വെക്കേഷൻ്റെ ഓരോ ദിവസവും എങ്ങനെയൊക്കെ നമ്മൾ ചിലവഴിക്കും, എങ്ങനെ ആസ്വദിക്കും അല്ലേ, അതിങ്ങനെ പ്ലാൻ ചെയ്യും അല്ലേ. അന്നത്തെ ഫുഡ് അല്ലേ, അന്നത്തെ ഡ്രസ്സുകൾ, ഇതൊക്കെ ഒരുപാട് അന്ന് നമ്മൾ ഒരുപാട് കൂട്ടുകാരെ കണ്ടെത്തുന്നത് അല്ലേ, കൂട്ടുകാരോട് വർത്തമാനങ്ങൾ പറയുന്നത്, ഇതൊക്കെ നമ്മൾ ഒത്തിരി ഇമാജിൻ ചെയ്യാറുണ്ട്, നമ്മളിങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലെ കിളിയെന്നുള്ള ഈ ഒരു അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വേനൽ അവധിക്കാലം വന്നു. എന്താണ് സംഭവിച്ചത്? വേനൽ അവധിക്കാലം വന്നു. പിക്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല. എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു. ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിൽ ഇറങ്ങി. അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു. കാരണം കിളികളുടെ കലപിലെ ശബ്ദങ്ങളാണ് അവനെ എന്നും രാവിലെ ഉണർത്തിയിരുന്നത്. പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങിയ പലതരം പക്ഷികളെ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 1, 2, 3 ഇങ്ങനെ ഓരോന്നിനെയായി പിക്ലു എണ്ണി തുടങ്ങി. അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിന് വെളിയിലെത്തി. പെട്ടെന്ന് മഞ്ഞ ചുണ്ടുള്ള 2 മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ പറന്നുപോയി. പിക്ലുവിന് സന്തോഷമായി. അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ച് കാട്ടും പോലെ പൂക്കൾ തലയാട്ടി. ആഹ്ലാദം കൊണ്ട് തേനീച്ചകൾ ഉരുളുന്നത് അവൻ കേട്ടു. സൂര്യൻ മുന്നോട്ട് പോയി. പകൽ രാത്രിയായി. അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നു. ആ മൈനയുടെ ഒരു കാല് ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. ആരാണ് അതിനെ ചങ്ങല കിട്ടതെന്ന് പിക്ലു അത്ഭുതപ്പെട്ടു. വേഗം തന്നെ അമ്മയോടത് ചോദിക്കാൻ അവൻ ഓടി. തൻ്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത്. ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു. മാത്രമല്ല അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പക്ഷിയെ ഓർത്ത് പിക്ലുവിന് സങ്കടമായി. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റ് പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ലെന്ന്. എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു. പെട്ടെന്ന് അവനൊരാശയം തോന്നി. ഒരു കസേര കൊണ്ടുവന്ന് അതിന് മുകളിൽ കയറി നിന്നു. പക്ഷിക്കൂട് തുറന്നയുടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി. പിക്ലു മൈനയുടെ കാലിലെ കെട്ടടിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി എന്ത് ചെയ്തു? ഇങ്ങനെ തലോടി. മൃദുവായിട്ട് ഇങ്ങനെ തലോടി അല്ലേ, പക്ഷികളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് നമ്മൾ തലോടാറില്ലേ. പിക്ലു മൈനെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ മെല്ലെ തലോടി. എന്നിട്ട് എന്താ ചെയ്തത്? അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടി. മൈനയ്ക്ക് ആശ്വാസം തോന്നി. അത് പിക്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു. ആ മൈന പെണ്ണ് മനോഹരമായ പാട്ടുപാടി. ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി. പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു.
പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടി. ഒടുവിൽ മൈന പറന്നുപോയി. നീലാകാശത്തിന്റെ വിശാലതയിലേക്ക് പറന്നുപോയി. കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി. പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാതകിരണങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. തുമ്പികൾ ചിറക് വിടർത്തി നൃത്തം ചെയ്തു. തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണപുഷ്പങ്ങൾക്ക് ചുറ്റും ആഹ്ലാദത്താൽ ഇളകി മറിഞ്ഞു. എല്ലാവരും സന്തുഷ്ടരായി കാണപ്പെട്ടു. എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ? അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ? അടുത്ത ദിവസം അതിരാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു. അവൻ പുറത്തേക്കോടി. താൻ കൂട്ടിൽ നിന്നും സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു. പിക്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു. സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു. ഹായ് ഹായ് ഹുയ്. ആഹ്ലാദ തിമിർപ്പിൽ അവർ ആറാടി. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിനുണ്ടായി. അല്ലേ? കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ പക്ഷി പറന്നുപോയി. പിന്നെ അമ്മയോടൊപ്പം വന്ന് അവൻ്റെ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന കാണുന്നു. അവന് വലിയ സന്തോഷമുണ്ടായി. അല്ലെ? ഒരു അനുകമ്പ. അല്ലെ? ഒരു പക്ഷിയോടുണ്ടായിരുന്ന പക്ഷിക്കുഞ്ഞിനോടുണ്ടായിരുന്ന ഒരു അനുകമ്പ. അല്ലേ? നമുക്ക് ഏത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും പക്ഷികളെയൊക്കെ നമ്മൾ കൂട്ടിൽ ഉറച്ചു വളർത്തുന്നത് ശരിയാണോ? അല്ലേ? അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലേ? അതിന് അവകാശങ്ങളുണ്ട്. അല്ലേ? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പക്ഷികളെ കൂട്ടിലടിച്ച് വളർത്തുമ്പോൾ അത് ഇഷ്ടത്തോടു കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടുകാരെയും ഒക്കെ വേർപെട്ടാണ് അല്ലേ അവ നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അത് ശരിയാണോ? അല്ല. അല്ലേ? പിക്ലുവിന് തോന്നി അല്ലേ, എന്നൊക്കെ പറഞ്ഞാലും വീട്ടിലൊരു പക്ഷിയുണ്ട് അല്ലേ, കൂട്ടുകാരോടൊക്കെ പറയാൻ വലിയ കാര്യമാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ അതിനൊരു വീടുണ്ട്, അതിനൊരു കൂടുണ്ട്, അല്ലേ, കൂട്ടുകാരുണ്ട്, അതിനൊരു കുടുംബമുണ്ട് എന്നൊക്കെ ആരാ ചിന്തിച്ചത്? പിക്ലു മാത്രമാണ് ചിന്തിച്ചത്. അല്ലേ? പിക്ലുവിൻ്റെ ചേട്ടൻ ചിന്തിച്ചോ? ഇല്ല. അല്ലേ? അതിൻ്റെ കാല് കെട്ടിയിട്ടു. അതിനെ എടുത്തിങ്ങനെ തല ഓടി അതിൻ്റെ മുറിവിൽ തൈലം തേച്ച് അതിനെ സുഖപ്പെടുത്തി അതിനെ പ്രകൃതിയിലേക്ക് പറത്തി വിടുമ്പോൾ അല്ലേ പിക്ലുവിനൊരു നല്ല ഒരു മനസ്സുള്ള ഒരു കുട്ടിയാണ് ആര്? പിക്ലു. നിങ്ങളൊക്കെ പിക്ലുവിനെ പോലെയാണോ? അതോ പിക്ലുവിൻ്റെ ചേട്ടനെ പോലെയാണോ? നമ്മളൊക്കെ എന്തായി തീരണം? പിക്ലുവിനെ പോലെ നല്ല, അല്ലേ, മറ്റുള്ളവരെ സ്നേഹിക്കുക, സർവ്വജീവജാലങ്ങളെയും പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കുന്ന നല്ല കുട്ടികളായിട്ട് നമ്മൾ മാറണം, വളരണം. അല്ലേ? എന്നാൽ വലിയൊരു സന്ദേശം ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ലേ? കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലെ കിളി. അല്ലേ? കഥയുടെ പേര് മനസ്സിലെ കിളി. വിമലേന്ദ്ര ചക്രവർത്തിയുടെ മനോഹരമായൊരു കഥയാണ് നമ്മൾ പഠിച്ചത്. അല്ലേ? അപ്പോൾ കഥ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. കഥ എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. അപ്പോൾ കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അല്ലേ, ഒരുപാട് അതിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എപ്പോഴും പാഠഭാഗത്ത് കുറേ ചോദ്യങ്ങളുണ്ടാവും. അല്ലേ? എന്താണ് ചെയ്തത്? അല്ലേ? വായിക്കാം, പറയാം. അല്ലേ? എന്താണ് ഇത് പറയുന്നേ? പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാം? അടുത്ത ദിവസം അതിലെ പിക്ലു കണ്ട കാഴ്ച എന്തൊക്കെയായിരുന്നു? കൂട്ടിൽ കിടന്ന മൈനയെ പിക്ലു എന്താ ചെയ്തത്? എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. കാരണം എന്ത്? പിക്ലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു? ഇതിനൊക്കെ ഉത്തരം എന്താ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലേ? പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയി. അല്ലേ? പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാമാണ്? കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികളാണ് പിക്ലുവിനെ എതിരേറ്റത്. ആരൊക്കെയാണ്? പേര് പറഞ്ഞേ. കുരുവിയുണ്ട്, വായാടിക്കിളിയുണ്ട്, ബുൾബുളുണ്ട്, തത്തയുണ്ട്, പിന്നെയോ ഇങ്ങനെ പലതരം കിളികളാണ് പിക്ലുവിനെ എതിരേറ്റത്. അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം എന്താ? അടുത്ത ദിവസം അതിരാവിലെ പിക്ലു കണ്ട കാഴ്ച എന്താ? പിക്ലു എന്താ കണ്ട അടുത്ത ദിവസം? ഓർക്കണുണ്ടോ? എന്നോർത്ത് പറഞ്ഞേ. ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നതാണ് അടുത്ത ദിവസം അതിരാവിലെ പിക്ലു കണ്ടത്. അല്ലേ? ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് ഇങ്ങനെ പിടയ്ക്കുകയാണ്. അല്ലേ? വേദന കൊണ്ട് പിടയ്ക്കുന്നതാണ്. ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരുന്നു. അല്ലേ? ഇതാ കണ്ടത്. മൈന കൂട്ടിൽ കിടന്ന് പിടയ്ക്കുന്നു. മൈനയുടെ കാല് ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് ആര് കണ്ടത്? പിക്ലു കണ്ടത്. അപ്പോൾ എൻ്റെ ആൻസർ അങ്ങനെ എഴുതണേ. എന്നിട്ടോ അടുത്ത ചോദ്യം, കൂട്ടിൽ കിടന്ന മൈനയെ പിക്ലു എന്താണ് ചെയ്തത്? എന്താ പിക്ലു ചെയ്തത്? പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുറച്ചു തൈലം പുരട്ടി. എന്തൊക്കെ ചെയ്തു? പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ചു, അതിനെ കയ്യിലെടുത്തു, മൃദുവായി തലോടി, പിന്നെയോ അതിനുശേഷം അമ്മയെ വിളിച്ചു. അമ്മയാണ് എന്ത് ചെയ്തത്? പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുറച്ച് തൈലം പുരട്ടിയത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? റെഡി അല്ലേ?
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ. എന്നാൽ അടുത്ത ചോദ്യം, എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു അല്ലേ. പാടത്ത് പറയുന്നുണ്ട് പിക്ലു ദുഃഖിതനായി. എന്തുകൊണ്ടാ പിക്ലുവിന് ദുഃഖം ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കും? താൻ കൂട് തുറന്ന് പറത്തിവിട്ട മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ, അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നെല്ലാം ഓർത്താണ് പിക്ലു ദുഃഖിതനായത്. അതിനെ പറത്തി വിട്ടു അല്ലേ, ചേട്ടൻ കൊണ്ടുപോയി കൂട്ടിലടച്ച മൈനയെ പറത്തി വിട്ടു. അപ്പൊ എന്താ, താൻ കൂട് തുറന്ന് പറത്തി വിട്ട മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ, അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നല്ല ഓർത്താണ് ആര് ദുഃഖിതനായത്? ആര് ദുഃഖിതനായെന്നാ പറഞ്ഞേ? പിക്ലു ദുഃഖിതനായത് അല്ലേ. അടുത്തത്, പിക്ലുവിന്റെ സന്തോഷാനുഭവം എന്താ? എന്തുകൊണ്ടാ പിക്ലു സന്തോഷിച്ചത് അല്ലേ? പിക്ലു സന്തോഷിച്ചത് എന്തുകൊണ്ടാണ്? എന്താണ് പിക്ലുവിന്റെ സന്തോഷാനുഭവം? പിക്ലു കൂട്ടിൽ നിന്നും സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായിട്ട് പൂമരക്കൊമ്പിലിരിക്കുന്നു അല്ലേ. പൂമരക്കൊമ്പിലിരിക്കുന്ന കണ്ടുകൊണ്ടാണ്. അത് കണ്ടപ്പോൾ അവന് സന്തോഷായി. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം അല്ലേ. തൻ്റെ മനസ്സിൽ എന്താ, മൈനയെ പറത്തി വിടുമ്പോഴും ആ മൈനയെ മനസ്സിൽ കരുതിയിരുന്നു, മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ആ സന്തോഷം അല്ലേ. അതിനെ പറത്തി വിടുമ്പോഴും ആ മൈന തൻ്റെ കൂടെയുണ്ട്, പക്ഷേ തൻ്റെ മനസ്സിലുള്ള ആ സന്തോഷവും പുറത്ത് ആ അമ്മയോടൊപ്പം ആ മൈനയെ കണ്ടപ്പോഴുള്ള സന്തോഷം കൂടെ ചേർന്നപ്പോൾ എന്താ, അവര് ഭയങ്കര ആ സന്തോഷം ഇരട്ടിച്ചു. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടുന്ന സന്തോഷാനുഭവം ആർക്കുണ്ടായി? പിക്ലുവിനുണ്ടായി. അടുത്ത ചോദ്യം, കണ്ടെത്തി എഴുതാം അല്ലെ. കണ്ടെത്തി എഴുതാം. പിക്ലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം എന്താകാം? അപ്പൊ കിളികളെ കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും പിക്ലുവിന് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവധിക്കാലമായിരുന്നിട്ടും അവൻ അതിരാവിലെ ഉണർന്നത്, പൂന്തോട്ടത്തിലേക്ക് പോയത്. എന്നാൽ പൂന്തോട്ടത്തിലെത്തിയ അവൻ കിളികളെ ഒന്നും കണ്ടില്ല. അവന്റെ ചേട്ടൻ ഒരു മൈനയെ കൂട്ടിലിട്ട് അതിൻ്റെ ഒരു കാൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. അതിൻ്റെ കരച്ചിൽ കേട്ടാണ് മറ്റു പക്ഷികളൊന്നും അവൻ്റെ പൂന്തോട്ടത്തിലേക്ക് വരാതിരുന്നത്. ഇത് പിക്ലുവിൻ്റെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചു. പിക്ലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നുവെന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണ്? ഇതാണ് അതിനുള്ള കാരണം അല്ലേ. മറ്റു പക്ഷികളൊന്നും അങ്ങോട്ട് വന്നില്ല അല്ലേ. ചേട്ടൻ പിടിച്ചുകൊണ്ട് വന്ന് അവർ മൈനയെ എന്താ കൂട്ടിലടച്ചു ബന്ധിച്ചിരുന്നു, അതിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അതിൻ്റെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിലേക്ക് വന്നില്ല. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. നിങ്ങൾ എഴുതുക. അപ്പോൾ പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ചു കൂട്ടിലാക്കി. പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടടിച്ച് പറത്തി വിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ചെയ്തത്? ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ല അല്ലെ. കൂട്ടിക്കൊണ്ട് അടച്ചു കഴിഞ്ഞ് പിന്നെ മൈന ഒന്നും കഴിക്കുന്നത് പട്ടിണിയാണ്, വളരെ പട്ടിണി, വിഷമല്ലേ, വിഷന്നങ്ങ് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് വിഷമിച്ചത്? തൻ്റെ കൂട്ടുകാരെ കാണണം അല്ലേ. അപ്പോൾ ഒന്നും തിന്നുന്നില്ലെന്ന് പിക്ലു ശ്രദ്ധിച്ചു. അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു കിളികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. അതോടെ അവനെന്തായി? സങ്കടായി. കിളികൾ വാനിൽ പറന്നു നടക്കേണ്ടവയാണ് എന്ന് ബോധ്യമുള്ള കുട്ടിയാണ് പിക്ലു. അവയെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് യോജിപ്പില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ അല്ലേ അതിനെ പറത്തി വിട്ടത്. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ എഴുതുക കേട്ടോ. പിന്നെ പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ അടച്ച് വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യോജിക്കുന്ന ഇഷ്ടമാണോ? ഇഷ്ടമല്ല അല്ലേ. യോജിക്കുന്നില്ല അല്ലേ. നമ്മൾ ആരും യോജിക്കുന്നില്ല. പക്ഷികളോടുള്ള സ്നേഹം പ്രകടമാകുന്ന അവയെ കൂട്ടിലടച്ചിട്ടല്ല. പക്ഷികളും പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? അവയ്ക്കുണ്ട്. അവയെ കൂട്ടിലടയ്ക്കുമ്പോൾ മറ്റ് പക്ഷികളോട് കൂട്ടുകൂടാനും സ്വതന്ത്രമായി പറക്കുവാനുമുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അവരുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തരുത്, അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയരുത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചോദ്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് വായിച്ച് പഠിക്കണം അല്ലേ. പഠിച്ചാൽ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും പഠിക്കുമല്ലോ, എഴുതി വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.